പണ്ട് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ വായിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. ഇതാണോ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും പിന്നെ ഓവറോൾ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനും ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് റീഡിംഗ് ഹാബിറ്റ്. ഹായ്, ഐ എം സുജ ഉണ്ണികൃഷ്ണൻ, എ വോയിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. ഞാനൊരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങാം കേട്ടോ. നമ്മുടെ ശീലങ്ങളിൽ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ പേഴ്സണാലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. വായനാശീലം നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, പെർസ്പെക്റ്റീവ്സ്, ഇതിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും. ഇതൊക്കെ നമുക്കറിയാം, പക്ഷേ നമ്മുടെ പ്രശ്നം വായനയ്ക്കായിട്ട് മാറ്റിവെക്കാൻ സമയമില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ലേ? നമ്മുടെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മണിക്കൂറുകൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ വായനയ്ക്കായിട്ട് മാറ്റി വെക്കാനൊക്കെ നമുക്ക് സമയമുണ്ട്, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ തീരെ വായിക്കുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഡെയിലി 2 പേജ് മാത്രം വായിച്ചാൽ മതി, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കണം എന്ന് മാത്രം. സോ ഡെയിലി റുട്ടീനിൽ ഒരു 2 പേജ് വായിക്കാനുള്ള സമയം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓവറോൾ പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് സ്പീക്കപ്പിന്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തൂ.